എന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബി. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്നുള്ള അർത്ഥം വരാം. അല്ലെങ്കിൽ അല്ലാഹുവേ റബ്ബിനെ മാത്രമാണ് നമ്മൾ മലയാളത്തിൽ ശരണം എന്ന് പറയും. പക്ഷെ അത് ആ പ്രയോഗം കുറച്ച് അങ്ങോട്ട് പോയ പ്രയോഗമാണ്. അർത്ഥം അല്ലാഹുവേ തങ്ങളെ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥം. അല്ലാഹുമ്മ അല്ലാഹുമ്മ എന്ത് റബ്ബേ എന്താണ്? ഉമ്മുക അം ഖസ്ദ് നാദൻ എന്നല്ല, അത് അന്ത റബ്ബിയിലേക്ക് പോയി. ഞാൻ അല്ലാഹുമ്മയിലാണ് ഇപ്പൊ നിൽക്കുന്നത്, നാദൻ എന്നല്ല. റബ്ബേ റബ്ബിനെ മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അഭയം എന്നല്ല, ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം റബ്ബ് മാത്രം, അഭയമല്ല. അഭയം എന്ന് പറഞ്ഞാൽ അറബിയിൽ ഈവ എന്ന് പറയാ. ആശ്രയവും അല്ല, എൻ്റെ ഉദ്ദേശം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ മാത്രം, റബ്ബാണ് എൻ്റെ ഉദ്ദേശം. മഖ്സിദ് എന്ന് പറയും, പറഞ്ഞിരിക്കുക. ഇമാം എന്ന് പറയും, ഉദ്ദേശം. അപ്പോൾ റബ്ബാണ് എൻ്റെ ഉദ്ദേശം എന്നുള്ള അർത്ഥം അല്ലാഹുമ്മയിൽ വരും. മാത്രമല്ല അറബി ഭാഷയിൽ അല്ലാഹുമ്മ മീമിലൊരു ഭയങ്കര അസമത്തിൻ്റെ അർത്ഥവും കിടക്കുന്നുണ്ട്. ഇതുപോരാതെ പണ്ഡിതന്മാർ സലഫിയിൽ പെട്ട, അതായത് സഹാബ താബിഈങ്ങളിൽപ്പെട്ട ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ ഹസൻ ബസ്രി തങ്ങൾ പറയാണ് മജ്മഉൽ ഖൈർ, മജ്മഉ ദുആ, ദുആഇന്റെ എന്താണ് ഉരൽ, അല്ലെങ്കിൽ ദുആഇന്റെ മജ്മഅ. അതിൽ നിന്നാണ് എല്ലാ ദുആവും പൊട്ടി പിള്ളേര പറഞ്ഞു തരിഞ്ഞ. അപ്പോൾ മാത്രമല്ല കുറേ ആൾക്കാരെ തൊട്ട് നളർ ഇബ്നു ശുമൈൽ എന്ന് പറഞ്ഞിട്ട് വലിയ ഇമാമുണ്ട്, താബിഈങ്ങളിൽ പെട്ട ഒരാളാണ്. നളർ ഇബ്നു ശുമൈൽ പറയാണ് അള്ളാഹുവിൻ്റെ ഏതൊക്കെ ഇസ്മൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹുമ്മയിൽ പെട്ടുന്ന പറഞ്ഞു തരിഞ്ഞ. എന്തൊക്കെ ദുആ ഉണ്ടോ അതൊക്കെ ആ മീമിലും പെട്ടുന്ന. കാരണം അല്ലാഹ് എന്ന് പറയുമ്പോൾ എന്തായി? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അള്ളാഹുവിൻ്റെ എല്ലാ നാമം കൊണ്ട് ചോദിക്കുന്നു അറിയണ ആ നാമാണ് അള്ളാഹ്. സമ്മൈത ബിഹി നഫ്സക, സ്വയത്തിന് അള്ളാഹു തസ്മിയത്ത് ചെയ്ത് ഖുർആനിലും സുന്നത്തിലും റഹ്മാൻ റഹീം മലിക് ഖുദ്ദൂസ് സലാമു മുഅ്മിൻ മുഹൈമിൻ എന്ന് പറഞ്ഞ അസ്മാഉൽ ഹുസ്ന. ഔ അൻസൽതഹു ഫീ കിതാബി ഖുർആനി വന്ന അസീസ് ഹകീം അലീം ഇലാ ആഖിരിഹി. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, റബ്ബ് ഖൽഖിൽത്തെ ചില ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കിച്ചു കൊടുത്തു, ഖൽബിട്ട് കൊടുത്തു. ഏതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു ഹദീസ് ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി കയറി ചെന്നപ്പോൾ ഒരു സഹാബി ദുആ ചെയ്യുക, കൈ ഉയർത്തിന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത ഹന്നാനുൻ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാണ്. അപ്പോൾ ആ ദുആ കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിനോട് ചോദിച്ചു, ഇത് എവിടുന്നാണ്? എന്നിട്ട് സഹാബി ഇങ്ങനെ നോക്കിയപ്പോൾ സഹാബിനോട് റസൂൽ പറഞ്ഞു, ലഖദ് സഅൽത അല്ലാഹ ബിസ്മിൽ അഅ്സം, പറഞ്ഞിരിഞ്ഞ അള്ളാഹുവിൻ്റെ അദീമായ നാമം കൊണ്ടതാണ് നിങ്ങൾ ചോദിച്ചു. അപ്പോൾ ഔ അൻസൽതഹു ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക എന്നുള്ളത് മനസ്സിലായി. ഇത് അതായത് റസൂൽ അവിടെ ചോദിക്കുമ്പോൾ ഇത് റസൂലിൻ്റെത് കേട്ടതല്ല, ഒരു കിതാബിൽ കണ്ടതല്ല, ഹാലിയായിട്ട് ദ്വാരപ്പോൾ അല്ലാഹുവേ റബ്ബേ നാദാന്ന് അറിഞ്ഞപ്പോൾ ആ അസ്മാ വന്ന്, ചില അസ്മാ കൊണ്ട് വന്നപ്പോൾ ആ അസ്മാ റസൂൽ കേട്ട്. എന്താ എവിടുന്നാ അത് കിട്ടിയ ചോദിച്ചു. അപ്പോൾ സഹാബി ഞാൻ ചോദിച്ചു, പറഞ്ഞു ലഖദ് സഅൽതല്ലാഹ ബിസ്മിഹിൽ അഅ്സം, അള്ളാഹുവിൻ്റെ വലിയ നാമം കൊണ്ടാണ്, അദീമായ നാമം കൊണ്ടാണ് ചോദിച്ചത്. അതൊക്കെ എന്തെങ്കിലും കേൾക്കേണ്ടത്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചിലത് മറച്ചു വെച്ചിട്ടുണ്ട്. ഏതുപോലെ? അതിൻ്റെ ഒരു ഉദാഹരണം അറിയോ? ശഫാഅത്തിൻ്റെ സമയത്ത് യുൽഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഫഅഖിറു സാജിദ ഫയഖുൽ യാ മുഹമ്മദ് ഇർഫഅ റാസക് വസൽ തുഅത വശ്ഫതു ഫയുൽഹിമുനില്ലാഹു ബിമഹാമിദ ലം അകുൻ അഅലമുഹ. അള്ളാഹു അന്നേരം ചില സ്തുതികൾ ഇട്ടരും.
ചില കാര്യങ്ങൾ ഇട്ടരും. അത് മുമ്പ് എനിക്ക് കിട്ടിയതല്ല. ആ സമയത്ത് അള്ളാഹു ഇട്ടറിന് ഇതാണ്. അപ്പോൾ ആർക്കും അറിയാത്തൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമം മൊത്തം ഇതിൽ കിടന്നിട്ടുണ്ട്. അല്ലാഹ് എന്നുള്ള ഇസ്മുൽ ജലാലത്തി കിടന്നിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മുൽ ജലാലത്തി എല്ലാതും കിടന്നിട്ടുണ്ട്. അപ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ, അതായത് എനിക്ക് കഴിവ് തന്ന് തൗഫീഖ് തന്ന്, നിങ്ങൾ എത്ര എണ്ണിയാലും തീരാത്ത അത്രയും സിഫാത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണില്ല. അപ്പോൾ അള്ളാഹു റഹ്മത്തായിട്ട് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തതാ അള്ളാഹിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാ ഈ നാമങ്ങളൊക്കെ പറഞ്ഞ സ്ഥാനത്തായിന്ന്. ക്ലിയറായ? അള്ളാഹു അതാണ് അലൈഹി, എന്താണ് പണ്ഡിതന്മാർ മിക്കവരും പറയുന്നത് അള്ളാഹുല. കാരണം അള്ളാഹുൽ എല്ലാതും ഒതുങ്ങി. ഏതൊക്കെ ഇസ്മുൽ ആവം റസൂൽ പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ അള്ളാഹു കാണും. പറഞ്ഞു കഴിഞ്ഞാൽ